ചൈനയ്ക്ക് തൊട്ടു താഴെയുള്ള ഏഷ്യൻ ശക്തിയായി ആഗോള തിങ്ക് ടാങ്കുകൾ ഇന്ത്യയെ വിശേഷിപ്പിച്ചു. ചൈനയ്ക്കെതിരായുള്ള ഒരു സഖ്യകക്ഷി എന്ന നിലയിലാണ് പല രാജ്യങ്ങളും ഇന്ത്യയുമായുള്ള ബന്ധത്തെ പോലും കണ്ടത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം മാറി. വലിയ ശക്തി പ്രകടനമായി കണക്കാക്കപ്പെടുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ ജിയോ പൊളിറ്റിക്കലായി ഒറ്റപ്പെടുത്തുകയും നമ്മുടെ സൈനിക ശേഷിയെ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ശക്തമായ വ്യോമസേനയ്ക്ക് കാര്യമായ നഷ്ടം സംഭവിച്ചു. അതിന്റെ ആഗോള പ്രതിച്ഛായ തകർന്നു. ഇന്ത്യൻ പ്രതിരോധ ശക്തിയുടെ ധീരമായ ഒരു പ്രസ്താവന പാകിസ്ഥാനും അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന തീവ്രവാദ സംഘടനകൾക്കുമെതിരെയുള്ള ശക്തമായ തിരിച്ചടി എന്നൊക്കെയുള്ള നിലയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. ദേശീയ വികാരത്തിന്റെ കുതിച്ചുചാട്ടവും ആഘോഷങ്ങളുമൊക്കെ ഉണ്ടായി. എന്നാൽ ചോദ്യങ്ങൾ ഉയരാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഒരു റാഫേൽ ഉൾപ്പെടെ 5 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായി. പാർലമെന്റിൽ ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുകയും ചെയ്തു. ഔദ്യോഗിക പ്രസ്താവനകളെല്ലാം അവ്യക്തവുമായിരുന്നു. ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിന് തിരിച്ചടിയുണ്ടായെന്ന വാർത്തകളോട് പോലും കൃത്യമായി പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല.